മലബാർ ഏരിയകളിൽ വർഷങ്ങളായിട്ട് ഉണ്ടാക്കി പോരുന്ന ഒരു നാടൻ പലഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നല്ല അടുപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ അളവിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അടുപ്പുള്ള പാത്രത്തിലാണെങ്കിൽ കുറച്ച് കാലം കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് 2 അച്ച് ശർക്കര മതിയാവും. 2 അച്ച് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ വേറൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ആവശ്യമുള്ളത് കാരണം കുറച്ച് കൂടുതൽ അളവിൽ ഒന്നിച്ച് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് 2 അച്ച് ശർക്കര തന്നെ മതിയാവും. അപ്പോൾ ശർക്കര അവിടെ മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 4 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോവരുത് കേട്ടോ. ഈ ഒരു സമയം തന്നെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ മെൽറ്റാക്കി എടുത്തിട്ടുള്ള ശർക്കരപ്പാനി അളവ് കപ്പിലെടുത്തിട്ട് ഒന്ന് അളന്നെടുക്കണം. ഇതുപോലുള്ള കപ്പ് തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ശർക്കരപ്പാനിയും വെള്ളം കൂടെ 1.5 കപ്പ് വെള്ളം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അളന്നെടുക്കുന്ന സമയത്ത് ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് അളന്നെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടെ ചേർത്തിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകത്തിന് പകരം എള്ളുണ്ടെങ്കിൽ എള്ളായാലും മതിയാവും. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അഥവാ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി നോക്കിയിട്ട് ചേർത്തിട്ട് മിക്സാക്കി എടുക്കുകയും ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറി കിട്ടിയാൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് കുഴച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ ഉരുട്ടിയിട്ട് സെൻറ്ററിലായിട്ട് വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് ഉണ്ടാവരുത്. അങ്ങനെ ആകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കളറൊക്കെ മാറി നല്ല മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നല്ല അടപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.